ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇന്ന് എൻ്റെ ഓർണമെൻറ്റ്സ് ജ്വല്ലറീസ് ആണ് കാണിക്കാൻ പോണത്. അതായത് എൻ്റെ മാല, കമ്മൽ, എൻ്റെ വള അല്ലെങ്കിൽ ബാംഗിൾസ് ആണ് കാണിക്കാൻ പോണത് അപ്പം ഞാനിപ്പോൾ ക്ലിപ്പ് ഞാൻ കാണിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അത് ഒരുപാടുള്ളൂ വീഡിയോ നമുക്ക് ഒരുപാട് പോകണമുണ്ട്. ഒരു ഷോർട്ടായിട്ട് ഇടാനാണ് പ്ലാൻ. എനിക്ക് തോന്നുന്നു ഷോർട്ടായിട്ട് പറ്റത്തില്ല, ഫുൾ വീഡിയോ തന്നെ ആയിരിക്കും. ഓക്കെ, നമുക്ക് കണ്ടാലും എൻ്റെ ഫസ്റ്റ് ബാംഗിൾസിലോട്ട് പോയെടുക്കാം. ആദ്യത്തെ വളയാണ് ബാംഗിൾസ്. എനിക്ക് ഒരുപാടുണ്ട് ഗൈസ്. ബട്ട് ഇപ്പം ഞാൻ ഒമാനിൽ പോകുമ്പോൾ ഞാൻ ഒമാനിൽ പോകുമ്പോൾ എൻ്റെ ഒരു ഹാൻഡ് ലഗേജ് മൊത്തം വളകളും കമ്മലുകളും ഈ മാലകളും ആയിരിക്കും. അപ്പോൾ ഇപ്പം എനിക്ക് അതൊക്കെ ഞാൻ അവിടെ യൂസ് ചെയ്തിട്ട് അവിടെ തന്നെ ലീവ് ചെയ്തിട്ട് വന്നുകൊണ്ട് കാരണം എനിക്ക് കുറേയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ബട്ട് ഞാൻ കുഴപ്പമില്ല. ഞാൻ ഇത്തവണ അടുത്ത വർഷം പോകുമ്പോൾ ഞാൻ അത് ഡബിൾ എഡിറ്റ് മേടിക്കും. അപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് അത് അവിടെ ചെല്ലുവാണെങ്കിൽ ഞാൻ വീഡിയോ ഇട്ടേക്കാം. ഓക്കെ, നമുക്ക് കണ്ടാലോ ഇപ്പോഴത്തെ എൻ്റെ ബാംഗിൾസ്. ആദ്യത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രെഡാണ്. ഇനിയും ഉണ്ടായിരുന്നത് കുറേയൊക്കെ നശിച്ചു പോയി ഗൈസ്. കുറേയൊക്കെ കളഞ്ഞിട്ട് വന്നു. ഇതിൻ്റെ മുന്നിൽ ഒരുപാടുണ്ടായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് ഇത്രയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. നമുക്ക് റെഡ് ഉണ്ട്, ഇതൊരു മെറൂൺ ടൈപ്പ് ഉണ്ട്, ഒരു പിങ്ക് ഉണ്ട്, പിന്നെ ഇതൊരു ബ്ലൂ ഗ്രീൻ ടൈപ്പ് എന്തൊരു ആണ്. എനിക്ക് ഇതുവരെ കളർ കിട്ടിയിട്ടില്ല, അതാണ് സത്യം. ഇതൊരു ഗ്രീനാണ്, ലൈറ്റ് ഗ്രീനാണ്. ഇത് ഒരു പിങ്ക്, ഇതൊരു വൈറ്റ്, ഇത് ബ്ലാക്ക്. ആൻഡ് ദിസ് ഇസ് പിങ്ക് ആൻഡ് വൈറ്റ് ടീമിൽ വരുന്നതാണ്. അടിപൊളിയല്ലേ കാണാൻ. പിന്നെ വന്നിരിക്കുന്നത് ഇതെൻ്റെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നെയാണ്. ആൻഡ് ദിസ് വൺ ഈസ് എ ബ്ലൂ ആൻഡ് ബ്ലാക്ക്. ഇത് ചില സമയത്ത് ബ്ലൂ ആയിട്ട് തോന്നും, ചില സമയത്ത് ബ്ലാക്കാണ്. അടുത്തോട്ട് ഒരു ക്യാമറ കണ്ടോ. ഇതൊക്കെയാണ് എൻ്റെ ബാംഗിൾസ്. ഇതിലാണ് ഞാൻ ഇട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കാറുള്ളത്. ഗൾഫിൽ വെച്ചിട്ട് വലുതായിരുന്നു, കാരണം ഒരുപാട് ബാംഗിൾസ് ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ കൂടെയൊക്കെ എടുക്കുകയായിരുന്നു. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോയാൽ എൻ്റെ ഗോൾഡൻ സിൽവർ കളേഴ്സിലോട്ട് പോകും ഗൈസ്. കണ്ടോ, കുറേ കളർ ഫെയ്ഡായിട്ടുണ്ട്. അത് എന്തൊരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ, എങ്ങനെയാണ് ഫെയ്ഡായത്. നമുക്ക് നോക്കാം കളേഴ്സ് എന്തൊക്കെയാണെന്ന്. ഈ ഫസ്റ്റ് വന്നിരിക്കുന്നത് സിൽവർ. ഇത് അമ്മേരെയാണ്, പക്ഷെ ഞാനാണ് ഇപ്പോൾ ഇടാറ്. ഓക്കെ, പിന്നെ ഇത് എൻ്റെതാണ് ഗൈസ്, ഇത് എൻ്റെതാണ്. ഇത് പിന്നെ ഒരു വളയാണ്. അടിപൊളിയാണ്, ഞാൻ മേടിച്ചത് അവിടെ നിന്ന്. കേട്ടോ, അടിപൊളിയല്ലേ എങ്ങനെയുണ്ട്, സൂപ്പറല്ലേ. ഇത് എൻ്റെ പാലുകാച്ചിനൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഈ വളയൊക്കെ. ഇത് ഞാൻ പാലുകാച്ചിന് എൻ്റെ അമ്മയ്ക്ക് കൊടുത്തു. അമ്മയാണ് ഇട്ടിരുന്നത്. അമ്മ ഇപ്പോൾ ഇടത്തില്ല, അതൊന്നും ഞാൻ ഇടും. ഇത് എൻ്റെ അമ്മേനാണ്, പക്ഷെ ഞാൻ ഇടത്തും. ഇതെനിക്ക് ചെറുതാണ് ഗൈസ്, നല്ലതാണ്. എൻ്റെ കൊച്ചിൽ മേടിച്ചതാണ്. ഇത് ഞാൻ ആഗ്രഹിച്ച് മേടിച്ച ഗൈസ്, ഇങ്ങനത്തെ ഇതേ ഉള്ള. ഞാൻ വേറെ നോക്കിയത്, പക്ഷെ ഇന്നത്തെ എനിക്ക് കിട്ടിയുള്ളൂ. പിന്നെ ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയാണ് ഗൈസ്. ഗിഫ്റ്റ് ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയതുണ്ട്, എങ്കിലും ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഞാൻ കൂടുതലും ഡാൻസ് പരിപാടിക്ക് അല്ലെങ്കിൽ ഞാൻ ചുമ്മാ ഇങ്ങനെ എൻ്റെ ഫ്രോക്കിൻ്റെ കൂടെ, അല്ലെങ്കിൽ ഞാൻ കൂടുതലും എൻ്റെ അവിടെ ടെമ്പിളിലൊക്കെ പോകുമ്പോൾ ഞാൻ വെയർ ചെയ്യാനാകുമ്പം ഈ പട്ടുപാവാട, ഹാഫ് സാരി അതൊക്കെ വെയർ ചെയ്യുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്നതാണ് ഈ ഐറ്റംസ്. അല്ലാതെ ജീൻസും ടോപ്പും ഇടുകയാണെങ്കിൽ ഇതിലിങ്ങനത്തെ ഒരു മോഡലുണ്ട്. ഈ ഒരു മോഡൽ ഇത് ഒറ്റ വളയല്ല, 2 വളയാണ്. ഇത് മാത്രം ഒറ്റ കയ്യിലായിട്ട്, ഒരു കയ്യിലും പിന്നെ ഒരു വാച്ചുമാണ് ഞാൻ വെയർ ചെയ്യാറുള്ളത്. ജീൻസും ടോപ്പിലുള്ള ഞാൻ വെയർ ചെയ്യാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും എൻ്റെ ഡാൻസ് വീഡിയോസിൽ. ഓക്കെ, പിന്നെ ഇതൊരു കുപ്പി വളയാണ്. ഇത് എനിക്ക് അധികം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ ലഗേജുമായിട്ട് കൊണ്ടുവരാൻ നേരത്തെ എനിക്ക് കുറേയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. കണ്ടോ, അടിപൊളിയല്ലേ കാണാൻ. ഇത്രയോ ഉള്ളി, അതാണ് സങ്കടം. ബാക്കിയെല്ലാം പൊട്ടിപ്പോയി. പിങ്കിൻ്റെ ഒക്കെ ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ ഇടുന്നത്. കുപ്പികൾ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ എൻ്റെ കൈ കയറത്തില്ല, അതാണ് സത്യം. ഓക്കെ, ദെൻ ഇതാണ്. ഇത് ഡാൻസിനും അല്ലാതെയൊക്കെ ഇടുന്നതിൻ്റെ ടൈപ്പാണ്. ഇതും ഞാൻ ഡാൻസിനാണ് മേടിച്ചത്. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയത്. ഇതും 2 ഗിഫ്റ്റ് കിട്ടിയത്. ഇത് ഞാൻ ഇവിടെ മേടിച്ചത്. ഇതിൻ്റെ കളർ ഇങ്ങനെയോ പോയി. ഓക്കെ, ദെൻ ഇത് സിൽവറാണ്. സിൽവർ അടുത്തോട്ടുണ്ട്. ഇത് അടിപൊളിയല്ലേ, ഇങ്ങനെയുണ്ട്. ഇതെൻ്റെ ഡാൻസിന് മേടിച്ചതാണ്. പിന്നെ ഇത് എങ്ങനെയുണ്ട്, കൊള്ളാവോ, അടിപൊളിയല്ലേ.
ഇത് നോക്കിയത് എൻ്റെ ഡാൻസിന് മേടിച്ചായിരുന്നു. ഇതെൻ്റെ ഞാൻ എൻ്റെ കലോത്സവത്തിന് മേടിച്ചതാണ് ഞാൻ എൻ്റെ സ്കൂളിലേക്ക്. പിന്നെ അല്ലാതെ ഇത് ഞാൻ ഒമാനി വെച്ച് മേടിച്ചതാണ്. പിന്നെ ഇവിടത്തേക്ക് പിന്നെ ഫെസ്റ്റിവൽസിനൊക്കെ യൂസ് ചെയ്യും. ഇവിടെ അല്ലാതെ ഞാൻ എൻ്റെ സ്കൂളിലെ പ്രോഗ്രാംസിനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ്. ഇത് എൻ്റെ അമ്മേരെയാണ്, ഞാനും ഇടാറുണ്ട്. എൻ്റെ അമ്മേരെ കണ്ട അമ്മേരെ ഞാൻ യൂസ് ചെയ്യും. അമ്മയ്ക്ക് എനിക്ക് എല്ലാം ഒരേ ടൈപ്പാണ് ഞാൻ യൂസ് ചെയ്യും. ഇതുണ്ട്, ഇത് അടിപൊളിയില്ലേ. പിന്നെ ഇത് കണ്ടോ, ഇതെങ്ങനെയുണ്ട്, ഞാൻ ഇവിടുന്ന് അടുത്തുള്ള ഷോപ്പിൽ നിന്ന് മേടിച്ച അടിപൊളിയില്ലേ. ഇതിൻ്റെ റെഡ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ റെഡ് ഞാൻ ഡാൻസ് പ്രോഗ്രാമിനായിട്ട് എവിടെയോ മിസ്സാക്കിക്കൊണ്ട് വന്നു. ഞാൻ കാണാനില്ല. ഇങ്ങനെയുണ്ട്. ഇത് കമ്പി വളയല്ല ഗൈസ്, ഇത് കുപ്പി വളയല്ല. ഇതെന്തൊരു പ്ലാസ്റ്റിക് വളയാണെന്ന് തോന്നുന്നത്. ഇതെന്തൊരു ടൈപ്പാണ്, പ്ലാസ്റ്റിക് ടൈപ്പാണ്. ഇത് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. ഇത് നല്ല ഭംഗിയുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഞാൻ ഇത് എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും ഇടും ഗൈസ്. വീഡിയോസിലൊക്കെ ഞാൻ ഇതിലത്തേക്ക് വള കാണാറുണ്ട്, കാരണം എല്ലാ വീഡിയോയിലും ഞാൻ ഇതിലത്തേക്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എടുത്ത് വെച്ച് നോക്കണം. എല്ലാവരും ഇത് കാണുവാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതും ഞാൻ എൻ്റെ ഡാൻസ് പ്രോഗ്രാമിന് മേടിച്ചാണ്. എല്ലാം ഡാൻസ് പ്രോഗ്രാമിന് മേടിച്ചാണ്. പിന്നെ ഏറ്റവും കൂടെ പേഴ്സണലി ഇച്ചിരി ഫണ്ണിയായിട്ട് തോന്നി ഈ ഒരു സംഭവം കണ്ട. ഇതെന്താ, ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിട്ട് നമുക്ക് കളിക്കാൻ പറ്റും കണ്ട. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതിൻ്റെ മറ്റേ നമ്മൾ കളിക്കുന്ന ടൈപ്പ് ഉണ്ട്, നീണ്ട് വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജെല്ലി ബാംഗിൾസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഞാൻ ഷോപ്പിലൊക്കെ ചോദിക്കുമ്പോൾ ജെല്ലി ബാംഗിൾസാണ്. എൻ്റെ ഉടുപ്പി ഉടക്കി പൊട്ടിപ്പോയതാണ് ഈ സംഭവം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ എൻ്റെ ഫ്രോക്കിനകത്ത് ഇത് ഇങ്ങനെ ഇരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് ഇത്. അപ്പോൾ അതിൻ്റെ വരിക്ക് നമുക്ക് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു, ഇളകി പോയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ വച്ചിരിക്കുന്ന എന്തെങ്കിലും വെച്ച് ഒട്ടിക്കണം, അല്ലെങ്കിൽ പുതിയത് വരും. ഓക്കെ, അത്രയാണ് എൻ്റെ ബാംഗിൾ കളക്ഷൻസ്. ഇനിയും മേടിക്കണമായിരിക്കും. അതുവരെ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തതായിട്ട് നമുക്കുള്ളത് നമ്മളെ കമ്മൽ കളക്ഷൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കമ്മൽ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്ന്, ഞാൻ എവിടെ പോയാലും മേടിക്കുന്ന സംഭവമാണ്. അത് ചെറുതൊന്നുമല്ല, വലുതാണ് ഞാൻ മേടിക്കുന്നത്. കണ്ടാലും എൻ്റെ വീഡിയോയിൽ നോക്കിയാൽ മതി, ഫോട്ടോസിനും എല്ലാത്തിനും ഞാൻ വലിയ ടൈപ്പ്. നീ ചെറുതൊക്കെ ഇടുന്നെങ്കിൽ തന്നെ എൻ്റെ അമ്മയത് വാശി പിടിച്ചിട്ടാണ്. അമ്മ പറയും ഇച്ചിരി എങ്ങനെയുണ്ട്, നീ ഇച്ചിരി ഇടുന്നു. പക്ഷെ ഞാൻ ഇടത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതിലത്തെ കമ്മലാണ്. ഞാൻ ഇനിയും ഉണ്ട് ഗൈസ്, ഞാൻ ഇത്രയും ഉണ്ട് കേട്ടോ. ഇനി ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്നെ കളഞ്ഞു പോയിന്ന്. അതുപോലെ ഞാൻ യൂസ് ചെയ്തിട്ട് അവിടെ ലീവ് ചെയ്തിട്ട് വന്നു. അതിന് കുറേ മിസ്സായിപ്പോയി ഡാൻസ് പ്രോഗ്രാമിനൊക്കെ പോയപ്പോഴൊക്കെ. ഓക്കെ, ഫസ്റ്റ് വൺ ഈ ഒരു അടിപൊളി സംഭവമാണ്. ഇത് മറ്റേ നമുക്ക് യോയ ഉണ്ടല്ലോ, റോക്ക് സ്റ്റാർ, അതാണ് ടൈപ്പ്. അടിപൊളിയല്ലേ. ഇതെല്ലാം ജീൻസിൻ്റെ കൂടെയൊക്കെ നല്ല മാച്ചബിളാണ്. ഞാൻ ജീൻസിൻ്റെ കൂടെ ഇടാനുള്ള ഇതെങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. ഞാൻ മോഡൽ ജീൻസ് ടോപ്പിൻ്റെ കൂടെയാണ് ഈ ചെറിയ കുഞ്ഞ് കമ്മലിടുക. അല്ലാതെ കാഷ്വൽ വെയർ ജീൻസ് ടോപ്പിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി വലിയ കമ്മലൊക്കെ ആയിരിക്കും ഇടുന്നത്. ഇതിങ്ങനെയുണ്ട്. ഇതും ഇതാണ്ട് അതിൻ്റെ തന്നെ ഈ ഒരു കളർ. ഇത് അടിപൊളി കളറായിരുന്നു. ഞാൻ ഇത് ലാസ്റ്റ് കളേഴ്സായിരുന്നു. ഇത് രണ്ടും അടിപൊളിയല്ലായിരുന്നു. പിന്നെ ഇതെൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ അമ്മ തന്നെ എനിക്ക് ഗിഫ്റ്റായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഉടുപ്പിൻ്റെ കൂടെയൊക്കെ മാച്ചബിളായിട്ട് ഇട്ടാണ് മേടിച്ചത്. ഇതുണ്ട്, ഇത് കളാവോ എങ്ങനെയുണ്ട്. രണ്ടാമത് ഇതാണ്. എങ്ങനെയുണ്ട്, ജുംക്ക ടൈപ്പ് അല്ലേ. ക്ലൗ ഇത് കാണിച്ചോ, ഇത് കാണിച്ചില്ല കേട്ടോ. ഇത് പോയ ശേഷമാണ് ഞാൻ ആലോചിച്ചത്. കാണിച്ചില്ലെന്നാണ് എൻ്റെ വിശ്വാസം, എനിക്കറിയത്തില്ല. ഓക്കെ, ദെൻ ഈ ഒരു സർക്കിൾ ടൈപ്പാണ്. ഇതും എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇങ്ങനെയുണ്ട്. എനിക്ക് ബർത്ത്ഡേക്ക് മാത്രമല്ല അല്ലാതെയും ഞാൻ മേടിക്കാറുണ്ട് കേട്ടോ. എപ്പോഴും ഞാൻ ഇത് മേടിക്കുന്നത്. എൻ്റെ ചിഞ്ചു കുഞ്ഞും ഫിഫ്റ്റിയും കൂടെ മേടിച്ചു തന്നെയാണ്. ഇതെങ്ങനെ, ഇതല്ല, നേരെ കാണിച്ചു തരാം. ഇതിങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. ഇത് അടിപൊളി, കാണാനും ഭംഗിയായിട്ട് നല്ല ഭംഗിയാണ്. ഇത് ഞാൻ കുറേ നാളായിട്ട് നോക്കി വെച്ചാണ് ഗൈസ്. എൻ്റെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ എപ്പോഴും ആ കടയിൽ പോകുമ്പോൾ ഞാൻ അമ്മ എനിക്ക് മേടിച്ചു. അപ്പം പറയും ഇല്ല, അത്ര വലുത് ഇടുന്നതിന് മോൾ കൊച്ചാണ്, വെയിറ്റ് ഇല്ല. ഞാൻ പറയും വെയിറ്റ് ഇല്ല അമ്മ, എന്തെങ്കിലും അമ്മ സമ്മതിക്കില്ല. അങ്ങനെ ഒരു ദിവസം എനിക്ക് മേടിച്ച് തന്ന് എനിക്ക് സന്തോഷമായത്. പക്ഷെ നല്ല വെയിറ്റ്ലെസ് ആണ്, ഒട്ടും വെയിറ്റ് കാണത്തില്ല. നമുക്ക് ഇടുമ്പോൾ നമുക്ക് അറിയത്തില്ല. എൻ്റെ കൈ ഇരിക്കുന്ന എല്ലാം വെയിറ്റ്ലെസ് ആണ്. ഇത് കണക്കുള്ള ടൈപ്പാണ്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിലാണ് എനിക്കും കൂടെ. ബാക്കി എൻ്റെ ജീൻസിൻ്റെ ടോപ്പിൻ്റെ കൂടെ ഇടുന്ന ഒന്നും വെയിറ്റ് ഇല്ലാത്തയാ. കളാവും
അടിപൊളിയല്ലേ? ഇന്ന് ഞാൻ അല്ലാതെ ഫ്രോക്ക് ടൈപ്പ് അങ്ങനെയായിട്ട് മോഡൽസിൻ്റെ കൂടെ തന്നെയാണ്. ഈ ഒരു ജുംക്കയ്ക്ക് ഇച്ചിരിയെങ്കിലും ഇച്ചിരി കൂടെ ഇത്തിരി ഒരു വെയിറ്റ് ഉള്ളു, ഇച്ചിരി അങ്ങനെയല്ല ഇതുപോലെ വെയിറ്റ് ഉണ്ട്. ഇതൊന്നും ഞാൻ ഇടാറില്ല, ഇത് എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല. അതിൻ്റെ അമ്മയ്ക്കാണ് ഇഷ്ടം, എനിക്ക് അങ്ങനെയല്ല. എനിക്കിതെന്തോ എനിക്ക് എല്ലാം വലിയ ഇഷ്ടമാണ്. ജുംക്കയിലൂടെ വലിയ താല്പര്യമില്ല, അല്ലാത്ത കമ്മലുണ്ട് വലിയ ഇഷ്ടമാണ്. ജുംക്കയിലൂടെ ഇഷ്ടമാണ്, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. എനിക്കൊരു ടൈപ്പ് ഇഷ്ടമല്ല, അങ്ങനെയാണ് സത്യം. ഇതെങ്ങനെയുണ്ട്? ഇതൊക്കെ കൊള്ളാമോ? എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ചെയ്യാനാണ് നമ്മൾ മേടിച്ചതാണ്. ഇതിനൊക്കെ കുറച്ച് 5 വർഷമൊക്കെ പഴക്കമൊക്കെ ഉണ്ട്. ഇതിന് കുറച്ചൊക്കെ ഇയേഴ്സിനൊക്കെ മുന്നേയൊക്കെ മേടിച്ചിട്ടുള്ളതാണ് കുറേയൊക്കെ. കാരണം ഞാൻ ഇതൊക്കെ സൂക്ഷിച്ച് ഞാനും അമ്മയും എൻ്റെ സാധനങ്ങളൊക്കെ എൻ്റെ അനിയനും എൻ്റെ അച്ഛനൊക്കെ സൂക്ഷിച്ച് വയ്ക്കുന്നതായിട്ട് ആ ടൈപ്പാണ്. നമ്മളെല്ലാം ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ടൈപ്പ് നല്ല ഇതിപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അമ്മയുടെ ബാംഗിൾസൊക്കെ കയ്യിലുണ്ട്. അമ്മ പിന്നെ എൻ്റെത് മാത്രം കാണിക്കാൻ പറഞ്ഞില്ല, അമ്മയുടെ കയ്യിലൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഒമാനി വെച്ച് റീൽസൊക്കെ അത് ഇങ്ങനെയൊരു വീഡിയോ എടുത്തു, പക്ഷെ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല അത്. അപ്പോൾ അത് കാണിച്ചിട്ടുണ്ട്, പക്ഷെ ഇതൊക്കെ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടാകുന്ന അറിയത്തില്ല. വീഡിയോ ഞാൻ നോക്കിയിട്ട് നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഞാൻ ഇട്ടേക്കാം. ചെറിയൊരു വീഡിയോ ആണ്, ഞാൻ ജസ്റ്റ് എൻ്റെ എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാറ്. ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് 26 ആണ് ജാനുവരിയിലാണ്, 26-നാണ് ഞാൻ തുടങ്ങിയത്. അത് റിപ്പബ്ലിക് ഡേ ആയിരുന്നു, അന്നായിരുന്നു ഞാൻ തുടങ്ങി ഫസ്റ്റ്. അത് കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞിട്ടാണ് ആ വീഡിയോ ഇടാൻ ഞാൻ പ്ലാൻ ചെയ്തത്, പക്ഷെ എനിക്കിടാൻ പറ്റിയില്ലായിരുന്നു. ഓക്കെ, നമ്മൾ അടുത്ത കമ്മൽ താൻ്റെ ഇതാണ്. എങ്ങനെയുണ്ട്? കൊള്ളാവോ ഗൈസ്?